ചക്കക്കുരു കാണുന്നുണ്ടോ? ചക്കക്കുരു മുളകും ഉപ്പും എണ്ണയും കൂടെ മിക്സ് ചെയ്തതാണത്. ചക്കക്കുരു ഉപ്പിട്ടിട്ട് പുഴുങ്ങും, എന്നിട്ട് ഇങ്ങനെ തിന്നും. ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ ഫാദർ ഇതിന് ഭയങ്കര അഡിക്ഷനാണ്, ഭയങ്കര ഇഷ്ടമാണ്. ബീഫ് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, അതായിരിക്കണം ആ അഡിക്ഷനൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഫിഷ്, നോൺ വെജിൽ ഫിഷും ബീഫും. ഇത് ഞാനും അഡിക്ഷനാണ്. ചക്കക്കുരുവിൻ്റെ കഥ പറയാം. ഈ ചക്കക്കുരുവൊക്കെ പണ്ട് കാലങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നിട്ടുണ്ടാവണം എൻ്റെ കണക്കൂട്ടൽ. അപ്പോൾ ചക്ക തിന്നുന്നതോടൊപ്പം വൈകുന്നേരം സ്നാക്സിന് ഇപ്പം അല്ലേ അന്നും ഉണ്ടാവും, പഴംപൊഴിയും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ചക്കക്കുരു ഒരു രസമല്ലേ, കൂട്ടുകുടുംബങ്ങളല്ലേ. ചക്കക്കുരു പുഴുങ്ങി കൊടുക്കും. ഇത് തേങ്ങ ഇട്ടിട്ടൊക്കെ എടുക്കാം കേട്ടോ, തോരൻ മാതിരിയൊക്കെ എടുക്കാം, ഇങ്ങനെ പുഴുങ്ങി കഴിക്കും. പക്ഷേ ഇത് ഫാദർ ചെറുതിലേ തിന്നും. കാരണം ഫാദർ ചെറുതിലെ ഒരു 14 വയസ്സെങ്ങാണ്ടായപ്പോഴേ ഫാദർ ഗുജറാത്തിലായിരുന്നു. അപ്പോൾ ഈ സാധനം കിട്ടാനില്ലല്ലോ, അതുകൊണ്ട് ഫാദറിന് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കും അതുകൊണ്ടായിരിക്കാം ആ ഒരു ടേസ്റ്റ് അല്ല, എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീനിലൊക്കെ ഉണ്ടാവില്ല, ആ ഒരു വൃത്തികെട്ട ജീനിലുള്ളതാണ് ഇതും. ചക്കക്കുരു ബീഫും. ചക്കക്കുരുവൊക്കെ ഇപ്പോൾ കുറേ കുറഞ്ഞു എൻ്റെ മനസ്സിൽ. ചത്ത് കിടന്ന് തിന്നും ബീഫ്, എത്ര കിലോ കിട്ടിയാലും തിന്നും. കപ്പ, അത് മറന്നേ, കപ്പ പുഴുങ്ങി തിന്നുന്നതിനേക്കാളും ഇഷ്ടം കപ്പ എനിക്ക് ഇളക്കി തരുന്ന ഇഷ്ടം. കപ്പ ഇളക്കി കഴിക്കില്ല, അതാ ഇഷ്ടം. നല്ല വെന്തുടച്ച് കഴിക്കില്ല, അതാ ഇഷ്ടം. ചക്കക്കുരുവിൻ്റെ ഒരു കഥയുണ്ട് വീട്ടിൽ. സിസ്റ്ററിന് അത്രത്തോളം വേണമെന്നൊന്നുമില്ല. ഒരു ദിവസം സിസ്റ്റർ, നമ്മൾ ചക്കയൊക്കെ തന്നെ ചക്കക്കുരു സിസ്റ്റർ എടുത്ത് അടിച്ചു വാരിയാൻ കളഞ്ഞു. ഫാദർ നോക്കിയപ്പോൾ ചക്കക്കുരു കാണാനില്ല. ഫാദർ ഈ ചക്കക്കുരു ഇടാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഞാൻ അടിച്ചു വാരി ദൂരെ കളഞ്ഞെന്ന് പറഞ്ഞു. സിസ്റ്റർ അടിക്കാനായിട്ട് വടിയെടുത്തുകൊണ്ട് വന്നു. ഞാൻ സിസ്റ്ററെ എന്നെ അടിച്ചാലും ഞാൻ കൊള്ളും, സിസ്റ്ററുടെ ആരെങ്കിലും തൊട്ടാലും ഞാൻ ആ കൈ വെട്ടും, അങ്ങനത്തെ സ്വഭാവമാണ്. ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, അവളെ റൂമിൽ അടപ്പിച്ചു. ഞാൻ നിൽക്കുന്ന അവളെ അകത്ത് വയ്ക്കും. എന്നെ അങ്ങനെ ഉപദ്രവിക്കില്ലെന്നല്ല, സിസ്റ്റർ നിന്ന് കൊടുക്കും അടിക്കാനായിട്ട്, ഞാൻ നിന്ന് കൊടുക്കില്ല, ഞാൻ ഓടിക്കളയും. അതിൻ്റെ കൈ കിട്ടിയാൽ കൊല്ലും, അമ്മാതിരി അടിയാ. സിസ്റ്റർ റൂമിൽ കയറിയല്ലോ, എന്നെ എല്ലാം അടിക്കാൻ ഓടിക്കുള്ളൂ. ഞാൻ ഓടി ഞാൻ പമ്പരം വിട്ട് ഓടിക്കളഞ്ഞു. ഫാദർ അവിടെ എല്ലാം തപ്പി, എന്നെ കിട്ടാണ്ടായി തിരിച്ചു വന്നു. അപ്പം ലക്ഷ്യം മൊത്തം എന്നെയാണ് ലക്ഷ്യം മൊത്തം. അമ്മ വീട്ടിലില്ലായിരുന്നു. അപ്പോൾ ഞാനെന്താക്കി, അപ്പോഴേ വീട്ടിൽ നിന്ന് ഫോൺ എടുത്തോണ്ടാണ് ഓടിയത്. കയ്യിൽ ഫോൺ എടുത്തോണ്ടാണ് ഞാൻ ഓടിയതിട്ടാ. ഞാനത് അമ്മേനെ വിളി എടുക്കുന്നില്ല, ഓടലും ഇതാക്കലും. ഫാദറിൻ്റെ പുറകെ ഓടിക്കുന്നു. എന്നിട്ട് ഞാൻ ഒരിടത്ത് നിന്നിരുന്നു. ഫാദറിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നിരിക്കുന്നു. സിസ്റ്ററിൻ്റെ കാര്യം ഫാദർ മറന്നു പോയിട്ടാ. സിസ്റ്റർ എവിടെയാണെന്നുള്ള കാര്യം മറന്നു. ഞാൻ ഓൾറെഡി അതിനകത്തിട്ട് ഞാൻ ഒരിക്കലും തുറക്കരുത്, അമ്മ വരാണ്ട് തുറക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അമ്മേനോട് അമ്മയെ വേഗം അമ്മയെ ഇവിടെ മുട്ടനടിയാന്ന് പറഞ്ഞു. ചക്കക്കുരു കളഞ്ഞേന് ആ ഒരു സീനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പം നമ്മളെ മനസ്സിൽ നിന്ന് മായാത്ത കുറേ മുറിവുകളുണ്ട് പറയാൻ കാരണം. പിന്നെ അമ്മ വന്നതിന് ശേഷമാണ് ഞാൻ ഒളിച്ചിരുന്നിടത്തുനിന്ന് തിരിച്ചു വന്നത്. അമ്മ വന്നിട്ട് പറഞ്ഞു, വണ്ടാരടങ്ങി ചക്കക്കുരു നിങ്ങൾക്ക് കിട്ടാത്തതിന് നമ്മളെ കുറ്റാണ്. പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞു. അമ്മയ്ക്ക് ഒന്നിനോട് ഒരു ഇഷ്ടമല്ല. അമ്മ കൂടിപ്പോയാൽ ഒരു കഷ്ണം മീൻ അത്രേ കഴിക്കുള്ളൂ. അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ മനസ്സ് വിചാരിച്ചിരുന്നു, വലുതാകുമ്പോൾ കുറേ ചക്കക്കുരു കൊണ്ടുവച്ചിട്ട് ഫാദറിനെ അടിച്ച് തീറ്റിപ്പിക്കണം. തിന്ന് വണ്ടാരടങ്ങി തിന്ന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 കൊല്ലം മുന്നേ വരെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. ഇതുപോലെ തന്നെ ഒരു ഇൻസിഡൻറ്റ് ചെറുപ്പത്തിലുണ്ടായിട്ടുണ്ട് സിസ്റ്ററിൻ്റെ അടുത്ത്. ഞാൻ പറയില്ല, സിസ്റ്റർ ആര് തൊട്ടാലും നമുക്ക് ഇഷ്ടമല്ല, ആര് ചീത്ത പറയുന്നതൊന്നും എനിക്കിഷ്ടമല്ല. എന്നെ അടിച്ചാൽ കൂടി ഞാൻ പറയും നമുക്ക് നോ പ്രോബ്ലം,
അവളെ തൊട്ട് വരുമെന്ന് അറിയും. അങ്ങനെയാണ്. ഇപ്പം അങ്ങ് ഞാൻ മനസ്സിൽ നിന്ന് വിട്ടേ. ഇപ്പം ചക്കക്കുരുവൊക്കെ തിന്ന് പണ്ടാരടങ്ങിയിട്ടുണ്ടാവും, വയസ്സായില്ലേ. ആ ഭ്രാന്ത്. പക്ഷേങ്കിൽ ചക്കക്കുരു ഞാൻ കളയാറില്ല, ഉപയോഗിക്കും. ഈ ഇടയ്ക്ക് കുറേ ചക്കക്കുരു ഫ്രീസറിൽ കയറ്റി വെച്ചു, അത് ഫ്ലോപ്പായിപ്പോയി. ചക്കക്കുരു ഫ്രീസറിൽ ഇരിക്കുന്നില്ല കേട്ടോ, ചക്ക ഇരിക്കുന്നുണ്ട്. ചക്ക ഏതാണ്ട് 1 മാസം ആയപ്പോഴാണ് ഞാൻ എടുത്തത്, ഫ്രീസറിൽ കീപ്പ് ചെയ്തിട്ടു. അത് യൂട്യൂബിൽ തപ്പി നോക്കണം, അല്ലെങ്കിൽ വീട്ടിൽ ആരോടെങ്കിലും ചോദിച്ചു നോക്കണം അങ്ങനെയാണ് അവർ സൂക്ഷിക്കുന്നതെന്ന്. ഞാൻ എൻ്റെ ഒരു ഏകദേശം ഐഡിയ വെച്ചിട്ടാണ് ചക്കക്കുരു സൂക്ഷിച്ച് വെച്ചത്. പക്ഷേ ഫ്ലോപ്പായിപ്പോയി, നല്ലതല്ല. അപ്പം ചക്കക്കുരുവിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ അടിച്ച് കൊന്നേനെ.